ഇത് എന്ത് പറ്റി? നേരത്തെ വർക്കായതാണല്ലോ. The Bluetooth device is ready to pair. നല്ല ആളാ. ഇവിടെ റേഡിയോ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക. ഇതിനെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടോന്നൊരു സംശയം. നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നു. എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഓ, നിങ്ങളെ കൊണ്ട് തോറ്റു. അതിന്റെ എക്സ്പയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വല്ല സ്റ്റോർ റൂമിലും കൊണ്ട് ഇടുക. അതിനു പറ്റൂ. ഒരു ദിവസം ലീവ് കിട്ടിയാൽ മതി. ആ റേഡിയോ കുത്തിപ്പിടിച്ചോണ്ടിരുന്നോളൂ. വേറെ ഒന്നും ചെയ്യണ്ട. അതിനിപ്പോ നിനക്കെന്ത് കുഴപ്പം? എന്റെ റേഡിയോ, എന്റെ കൈ, എന്റെ ചെവി, എന്റെ സമയം. നീ പോയി നിന്റെ പണി നോക്കാൻ നോക്ക. ഓ, ഇത്ര നേരം ഞാൻ എന്റെ പണിയെടുത്ത് നടക്കുക തന്നെയായിരുന്നു. നിങ്ങൾ ഒന്നും സഹായിച്ചില്ലല്ലോ. ആ ഒരു ദിവസം ലീവ് കിട്ടുന്നത്. അന്ന് നിങ്ങൾ ഈ റേഡിയോ പിടിച്ചോണ്ടിരിക്കും. ഞാൻ 24 മണിക്കൂർ അടുക്കളയിൽ. ഇത് എന്ത് ലൈഫ്? മനുഷ്യന് ബോറടിച്ചിട്ട് കഴിയാം. നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും പോയി കണ്ടു. നമുക്കും പോവാന്നേ. എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? അതിന് കുടുംബത്തോടെ ചെന്നിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഏതെങ്കിലും സിനിമയുണ്ട് ഇപ്പോ? വെറുതെ എന്തേലും 4 ആൾക്കാർ വരും, എന്തേലും ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അതിനൊക്കെ ഞങ്ങളുടെ പഴയ കാലത്ത് എന്താ സിനിമ എന്നറിയോ? ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് പോലും കണ്ണ് എടുക്കാണ്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അത്രയ്ക്ക് നല്ല കഥ, അതിലെ ഡാൻസ്, പാട്ട്, ഇത് രസമായിരുന്നു. ഇപ്പത്തെ സിനിമയ്ക്ക് എന്തിനു കൊള്ളും? നീ വെറുതെ 2-3 മണിക്കൂർ കളയാൻ വേണ്ടിയിട്ട്. പൈസയോ? ടിക്കറ്റ് എന്താ വില എന്ന് വെച്ചത്? വെറുതെ കിട്ടോ പൈസ? ഇതുകൊണ്ട് കളയാൻ ഇങ്ങനത്തെ വേണ്ടാത്ത സിനിമയ്ക്ക്. എന്നിട്ട് ആരും പോയി കാണുന്നില്ല. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള സിനിമകൾ ഇറങ്ങും. അതൊക്കെ ആസ്വദിച്ച് കാണണമെങ്കിലേ കുറച്ച് കഴിവും കലാബോധവും ഒക്കെ വേണം. അല്ലാണ്ട് നിങ്ങളെ പോലെ 16 നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ആരടി 16 നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്? ഞങ്ങൾ അന്നിട്ട് ഷർട്ടും പാൻറ്റും ഒക്കെയാണ് ഇന്ന് ട്രെൻഡായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അതിന് പേര് 2K. ഞങ്ങളൊക്കെ എന്നായിട്ട് ഒഴിവാക്കിയ സാധനങ്ങളാണ്. നീ എന്താ പറഞ്ഞേ? എനിക്ക് കലാബോധം ഇല്ലാന്നോ? എടി, ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേ ഒരൊറ്റ സിനിമ പോലും വിടില്ല. സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് നേരെ പോകും ആ പടം കാണാൻ. ഇപ്പൊ ഏത് പടം ഉണ്ട് അങ്ങനെ? ഒരു നല്ല സിനിമ വരട്ടെ, നമ്മുടെ മനസ്സിൽ കലാബോധം ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമകൾ, അപ്പൊ നമുക്ക് പോയി കാണാം. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അപ്പോഴത്തേനും വരും പണ്ടത്തെ കഥകളുമായിട്ട്. അതെ, ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമേ പറ്റാത്തുള്ളൂ. ഇനിയെങ്കിലും കാലത്തിനനുസരിച്ചൊന്ന് മാറാൻ പഠിക്കും. ആഹാ, ഈ കാലത്തിനനുസരിച്ച് മാറാന്നുണ്ടെങ്കിലേ നമുക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നീയൊക്കെ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കോല കെട്ടുന്നത്? സ്വന്തമായിട്ടേ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ പഠിക്കും. എന്ത് വ്യക്തിത്വം ഉണ്ടായിട്ട് എന്താ കാര്യം? ജീവിക്കുന്നത് നിങ്ങളുടെ കൂടെയല്ലേ. എനിക്ക് ശുദ്ധജാതകമാണ്. അതുകൊണ്ട് ശുദ്ധജാതകക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കണം എന്ന് കൊണ്ടാണ് നിങ്ങളുടെ ആലോചന വന്നപ്പോ സമ്മതിച്ചത്. എന്ന് കല്യാണം കഴിച്ചു അന്ന് തുടങ്ങിയതാ ഈ പഴംപുരാണം കേൾക്കാൻ വേണ്ടിയിട്ട്. വ്യക്തിത്വം ഉണ്ടാക്കാൻ നടക്കുന്നു. അങ്ങനെ ഭയങ്കര വ്യക്തിത്വം പൊക്കി പിടിച്ച നടന്നാണെങ്കിലേ നിങ്ങളെ കല്യാണം കഴിക്കില്ലായിരുന്നു. അല്ല പിന്നെ പറയുന്ന ആള് ഭയങ്കര കേമനാണെന്നാ വിചാരം. എന്തൊരു കോലം അത്! ഇതെങ്ങനെ ഞാൻ ഇടുക? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ എന്തേ കാണിച്ചിട്ട് വന്നിരിക്കുന്നത്? എന്ത് കാണിച്ചു? കാണുന്നില്ല? ഇത് ഞാൻ എങ്ങനെ ഇടുക? ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ ഞാൻ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുത്തോളാം ഓൾട്രേഷൻ എന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? എനിക്ക് ആ വഴിക്ക് പോകാനുണ്ട്, എന്റെ ഷർട്ടും ചെയ്യാനുണ്ട്, അതിന്റെ ഒപ്പം ഞാൻ കൊടുത്തോളാം. ഇങ്ങനെ ചെയ്യാനാണോ? അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമല്ലേ? ആർക്ക് പ്രശ്നമില്ലാന്ന്? നിങ്ങളാണോ ഈ ഡ്രസ് ഇടുന്നത്? ഞാനല്ലേ. ഇത് നോക്ക്, ഇത് മുഴുവൻ ലൂസ്. കൈത ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിയിട്ട് ഓപ്പൺ നോക്ക്, ഈ താഴെ വന്നിരിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് ഇത് എങ്ങനെ ഇട്ടോട്ട് പോവുക? പിന്നെ എങ്ങനെ? ഇങ്ങനെ ഇറുക്കി പിടിച്ച് ശ്വാസം പൊട്ടുന്ന പോലെ ഡ്രസ് ഇട്ടാണോ ഒരു പരിപാടിക്ക് പോകേണ്ടത്? എടാ, കൈയൊക്കെ കുറച്ചങ്ങനെ ലൂസായി കിടക്കുന്നല്ലേ ഒരു ഭംഗി. അപ്പൊ നിങ്ങൾക്ക് മാത്രം നല്ല ഫിറ്റ് ആയിട്ട് ഡ്രസ് ഇടാം. കൈ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടുവോ? അത് ഇന്നലെ പോയി ടൈറ്റ് ആക്കിയിട്ട് വന്നതല്ലേ. എടി, ഇത് ഷർട്ടാണ്. ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നീ കുറച്ച് നല്ല വൃത്തിയിൽ ഡ്രസ് ഇടാൻ പഠിക്കും. അവിടെ അമ്മായും ചെറിയമ്മയും കുഞ്ഞമ്മയും എല്ലാരും വരുന്ന അന്നേരം നീ ഇങ്ങനെ ഇറുകി പിടിച്ച ഡ്രസ് ഇട്ട് പോയിട്ടേ അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അമ്മായും അമ്മയും ചെറിയമ്മയൊക്കെ മാറി മാറി പിടിച്ചിട്ട് നിന്റെ കുറ്റം മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഗതികേട് നീ വരുത്തരുത്. കുറച്ച് ലൂസൊന്നല്ലേ ഉള്ളൂ, മര്യാദയ്ക്ക് പോയിട്ട് വരാമല്ലോ. നിങ്ങളുടെ അമ്മയ്ക്കും അമ്മായിക്കും കുഞ്ഞമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ ഡ്രസ് ഇടാ? അവരിഷ്ടത്തിനനുസരിച്ച് എനിക്ക് നടക്കാൻ പറ്റും. ഈ കോലത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. കുറച്ചൊക്കെ കുടുംബക്കാരെ നോക്കാൻ പഠിക്കണം. അവരൊക്കെ വരുന്നൊരു വലിയ പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. നിനക്കിപ്പോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ നീ സാരി എടുക്ക്.
എന്നാ പിന്നെ അവർക്കും സന്തോഷം നിന്റെ സാരി കാണുന്നത്. നിങ്ങളുടെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂർ ഞാൻ കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്യാനാ. അവിടെ എത്തുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റുന്നില്ല സാരിയിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നീ വരണ്ട. ഇതും ഇടാൻ പറ്റില്ല, സാരി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ട് വേണം കുടുംബക്കാരെല്ലാരും കൂടി ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ദിനുവിന്റെ ഭാര്യ മാത്രം വന്നില്ല, പരിപാടി മനഃപൂർവ്വം വിട്ടുനിന്നു ഞങ്ങൾ അപമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളാണെങ്കിൽ കുടുംബക്കാരെന്ത് കുറ്റം എന്നെ കുറിച്ച് പറഞ്ഞു തന്നാലും അതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കും, അല്ലാണ്ട് ഒന്നും സപ്പോർട്ടും ചെയ്യൂല. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറ്റില്ല, ഞാൻ വേറെ ഇട്ടിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ആ ഷോൾ ഇട്ടാ പോരെ, കഴിഞ്ഞില്ല പ്രശ്നം. വരാൻ നോക്ക്, സമയം കളയാൻ. അല്ല, നിങ്ങൾ പാല് വാങ്ങി വെച്ചില്ല? ഇല്ല, വാങ്ങി വെച്ചില്ല. അതെന്താ? നിനക്കെന്താടി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്നൂടാ? 7 മണിക്കാണോ പാല് വന്നില്ലെന്ന് പറഞ്ഞു വരുന്നത്? അതിനിപ്പോ എന്താ? സാധാരണ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴേ 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്ന ആളാ ഞാൻ. ഒരു ദിവസമല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ പറ്റുമോ? ഒരു ദിവസം ലേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാല് വാങ്ങി വെക്കാൻ പറ്റില്ല? എടി, നിന്നെ പോലത്തെ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിലേ ആ കുടുംബത്തെ എങ്ങനെ ഐശ്വര്യം ഉണ്ടാവുക? സാധാരണ സ്ത്രീകളെ രാവിലെ 5-5:30 എഴുന്നേറ്റിട്ട് ഒരു 7 മണി ആകുമ്പോഴത്തേനും വീട്ടിലെ എല്ലാ പണികളും, മുറ്റടിക്കലും വീട് ക്ലീൻ ചെയ്യലും പാത്രം കഴുകലും സകലതും തീർത്തുണ്ടാവും. ഇത് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയത്ത് അവളെ എഴുന്നേറ്റ്. നിങ്ങളെന്ന് എത്ര മണിക്ക് എഴുന്നേറ്റേ? ഞാൻ നിന്നെ പോലെയാ, ഞാൻ കറക്റ്റ് 5:30 എഴുന്നേറ്റിട്ടുണ്ട്. ആണോ? 5:30 എണീറ്റു? അത് കൊള്ളാലോ. എന്നിട്ട് നിങ്ങളെ ഈ 5:30 എണീറ്റിട്ട് ഈ 7 മണി വരെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. അത് നീ എഴുന്നേറ്റ് വരണ്ടേ? അതെന്താ ഞാൻ എണീറ്റ് വരണേ? ഇത് എന്റെ മാത്രമല്ല, നിങ്ങളുടെയും കൂടി വീടല്ലേ. 5:30 മുതൽ 7 മണി വരെ വെറുതെ നിങ്ങൾക്ക് മടിയൊന്നും തോന്നിയില്ല? നിങ്ങൾ ആവുന്ന പണിയൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നോ? എന്തിനാ എന്നെ കാത്തിരുന്നേ? എന്ത്? ഭാര്യ ഇവിടെ പട്ടാപ്പകൽ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അടിച്ചു വാരി പാത്രം ക്ലീൻ ചെയ്ത് ബാക്കി എല്ലാ പണിയും ചെയ്തിട്ട് അടുക്കള കയറി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം അല്ലേ? അതെന്താ നിങ്ങൾക്ക് ചെയ്താലേ? എല്ലാ ദിവസവും ഞാൻ ചെയ്യണതല്ലേ. ഒരു ദിവസമൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യാം. എല്ലാ ഭർത്താക്കന്മാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട്ടിലെ പണി ആണുങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓ, അതായിരിക്കുമല്ലേ നീ പറഞ്ഞ ന്യൂജൻ ഭർത്താക്കന്മാര്. ഭാര്യമാരെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അടുക്കള കയറി എല്ലാം ഉണ്ടായി കാത്തിരിക്കുന്ന ഭർത്താവ്. ആ കൂട്ടത്തിലേ നീ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. അയ്യോ, നിങ്ങളെ ആ കൂട്ടത്തിൽ ഞാൻ പെടുത്തുന്നില്ല. ഉണ്ടാക്കാൻ വയ്യെങ്കിലേ കഴിക്കാണ്ട് കൂടി ഇരിക്കണം. എന്നിട്ട് പറയണം ഞാൻ വലിയ കേമനാണ്, അടുക്കള ഭാഗത്തേക്ക് കേറില്ല, ഭക്ഷണവും കഴിക്കില്ല. എന്നാ ഞാൻ നിങ്ങൾ പറയണ ആക്സെപ്റ്റ് ചെയ്യാം. രാവിലെ തന്നെ നീ ചൊറിയാൻ നിൽക്കാണ്ട് ഇവിടുന്ന് പോന്ന നിനക്ക് നല്ലത്. ഒരു ചായ പോലും ഉണ്ടാക്കി തന്നിട്ടില്ല. എന്നിട്ട് പ്രഭാഷണമായിട്ട് വന്നിരിക്കുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിലേ തന്നെ ഉണ്ടാക്കി കുടിച്ചേനെ. അല്ലാണ്ട് ഇങ്ങനെ വീരവാദം പറയാൻ നിൽക്കില്ല. അല്ലെ നിങ്ങൾക്ക് നാണില്ലല്ലോ? 1-2 മണിക്കൂർ പേപ്പറും വായിച്ചിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കി കുടിക്കാണ്ട് നിൽക്കുക. എന്നിട്ട് എന്നോട് വല്ല ഭീഷണി നീ ഉണ്ടാക്കി താന്ന. എടി, സ്വന്തം ഭർത്താവിന് ഒരു ചായ പോലും ഉണ്ടാക്കി തരാൻ ഇത്രയും കണക്ക് പറയുന്ന ഒരൊറ്റ ഭാര്യ ഈ ലോകത്ത് നീ മാത്രമായിരിക്കും. ആയിക്കോട്ടെ, ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. പക്ഷെ തിരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാം, അന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഒരു ഉപകാരം ഇല്ല. 7 മണിക്ക് എഴുന്നേറ്റ് എന്നിട്ട് പാല് വാങ്ങിച്ചില്ലേന്ന്? നീ എന്ത് കണ്ണിലൊക്കെ വാരിത്തേക്കുന്നത്? ഐഷാഡോ എല്ലാരും വരുന്നല്ലേ, അപ്പൊ നന്നായിട്ട് ഒരുങ്ങി പോകാൻ തീരുമാനിച്ചു. ഇതാ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇമാതിരി കോലം കെട്ടാണ് നീ വരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടില്ല. എന്ത് കോലം കെട്ടില്? ഇത്ര ഐഷാഡോ എടുത്ത വലിയ കാര്യ? എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ വരല്. എല്ലാരും എങ്ങനെ വേണേലും പോയിക്കോട്ടെ, പക്ഷെ എന്റെ ഭാര്യ ഞാൻ പറയുന്ന പോലെ പോയാ മതി. നീയേ ആദ്യം ലിപ്സ്റ്റിക്കും കണ്ണു തച്ച സാധനം മായ്ച്ചളെ. എവിടെ പോകാൻ നിൽക്കുമ്പോഴും ഉണ്ടോ എന്റെ ഭാര്യ ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയാൽ മതി. ലിപ്സ്റ്റിക്കും ഐഷാഡൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. എന്നാ പിന്നെ നീ പോണ്ട. എന്നാൽ ലിപ്സ്റ്റിക്ക് മായ്ച്ചു കളയില്ല, ഇത് വേണേ മായ്ച്ചു കളയാ. നീ അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ നീ എന്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് അങ്ങോട്ട് പോയിക്കോന്ന്. പക്ഷെ നീ ഇമാതിരി ചായ വെച്ചിട്ടാണ് പോകുന്നെങ്കിലേ ആ പരിപാടി വേണ്ട. നിങ്ങൾ എന്ത് മനുഷ്യനാത്? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? എന്റെ ഐഷാഡോ വേണേ ഞാൻ മായ്ച്ചു കളെ. ലിപ്സ്റ്റിക് ഇത്രയും വായിക്കാൻ പറ്റും. പിന്നെതാ, ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുന്നു. ബസ് വരാൻ ലേറ്റ് ആവാൻ എൻ്റെ കൂടെ കുറച്ചു നേരം നിൽക്കുന്ന പറഞ്ഞാൽ ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല.
ഇങ്ങോട്ടേക്കോ? ആഹാ, എന്നൊരു കാര്യം ചെയ്യേ. ഇവിടുന്ന് ഒരു 3-4 വീടിന്റെ അപ്പുറം അശ്വതിന്റെ വീട്. അവൾ എന്നോട് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാന്നാ. അങ്ങനെയാണ് ഞാൻ അവളെയും വിളിച്ചു പറയാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാ. ആ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം, ഇങ്ങോട്ട് വന്നാ മതി. ആയിക്കോട്ടെ. ശരി. ലൊക്കേഷനോ? ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുന്നില്ലേ? പിന്നെ നീ ആർക്കാ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അതെ, സുരഭിയെ വിളിച്ചേ. അവളോട് അഭിഷേക് പറഞ്ഞത്രേ അവള് പിക്ക് ചെയ്യാൻ പോവാന്ന്. അന്നേരം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ എനിക്കും കൂടെ പോവാലോ, ഏട്ടനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണെന്ന്. പിന്നെ അശ്വതിനെയും ഓൺ ദ വേ പിക്ക് ചെയ്യാം. ഏത് അഭിഷേക്? ഞങ്ങളുടെ ഒപ്പൊക്കെ പഠിച്ച അഭിഷേക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, PWD ജോലി ചെയ്യുന്ന അവനാ. ഓ, അപ്പൊ വെറുതെ അല്ല ലിപ്സ്റ്റിക്കും ഐഷാഡൊക്കെ ഇട്ട് കണ്ണാടിന് മുന്നിൽ ഇങ്ങനെ 2 മണിക്കൂർ നിന്ന് ഒരുങ്ങിയത്. എന്തൊരുങ്ങിയെന്ന്? ഞാൻ അഭിഷേകിനെ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങി പോവാണോ നിങ്ങൾ വിചാരിച്ചത്? അവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചൊരുത്തനാ. കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെയാണല്ലോ ഒരു ട്രെൻഡ്. നെയ്യൻ ട്രെൻഡിന്റെ പുറകെ പോകുന്ന ഒരാളാണല്ലോ. ഇപ്പൊ കുറെ ഭർത്താക്കന്മാരെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഭാര്യമാരെ അങ്ങോട്ട് മടുക്കും. പിന്നെ ഈ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് അവരുടെ നമ്പർ എവിടുന്നെങ്കിലും തപ്പി പെറുക്കിയിട്ട് വിളിച്ച് ഒരു ഗ്യാതറിങ് നടത്തും. എന്തിനാ വെറുതെ പേരുദോഷം കൽപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടാത്ത സ്ഥലത്തേക്ക് ആൾക്കാർ കൂടെ പോകാൻ നിൽക്കുന്നത്? ഓ, നിങ്ങൾ നിങ്ങളുടെ ഒരു പണ്ടത്തെ ചിന്താഗതിയോ നിർത്തുന്നുണ്ടോ? ഒരാളപ്പം പോയിട്ടുണ്ടെങ്കിൽ പേരുദോഷം കേൾപ്പിക്കാൻ. അഭിഷേക് മാത്രമൊന്നും അല്ല, അശ്വിനും രാജേഷും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് ജോയിൻ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ പോകുന്നത്. അവരെന്താ പുണ്യാളന്മാരാ? എടി, ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്താ വിചാരിച്ചേ എല്ലാരും നിന്നെ പോലെയാന്ന്? അവർക്ക് അങ്ങനെ പോണെങ്കിൽ അവര് 3 ജെൻസിന് മാത്രം പോയിക്കൂടെ? നിങ്ങളെ പെണ്ണുങ്ങളെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിന്റെ പുറകിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശമല്ല, കുരുദ്ദേശമുള്ളത്. ഒരു വിവരക്കേട് വിളിച്ചു പറയുന്നത്. എന്നെ നോക്കാൻ എനിക്കറിയില്ലേ, ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ മാന്യനായിട്ട്. അല്ല, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴേ ഈ ഇൻസ്പെക്ഷനും അതിനൊന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലേഡി സ്റ്റാഫിനൊപ്പം പോകാറില്ല? അതൊന്നും കുഴപ്പമില്ല. അവരെങ്ങനെ നിങ്ങളെ കൂടെ കൂട്ടുന്നത്? ഇങ്ങനെ ദുരുദ്ദേശം വെച്ച് നടക്കുന്ന ആണുങ്ങളാണ് നാട്ടിലെല്ലാം ഉള്ളെങ്കിൽ. എല്ലാവരും സമൂഹത്തിൽ അല്പം നിലയും വിലയും വ്യക്തിത്വമൊക്കെ ഉള്ള ആൾക്കാരാ. എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാണെങ്കിൽ അപ്പൊ തുടങ്ങിക്കോളും ഇങ്ങനെ ഓരോരോ പൊട്ടത്തരായിട്ട് വരാൻ വേണ്ടിട്ട്. നൈഷാഡ് ഇട്ട പ്രശ്നം, ലിപ്സ്റ്റിക് ഇട്ട പ്രശ്നം, മര്യാദക്ക് ഡ്രസ് ഇട്ട പ്രശ്നം. നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ? നീ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ 2-3 ഫ്രണ്ട്സോട് വരാന്ന് പറഞ്ഞപ്പോഴത്തേനും നീ വലിയ ആളാവാൻ നിൽക്കുകയാണോ? എവിടെ പോയാലും നീ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. ഞാൻ എന്തിനു മര്യാദയ്ക്ക് സംസാരിക്കണം? നിങ്ങൾ എന്നോട് മര്യാദയ്ക്കാണോ സംസാരിക്കുന്നത്? എന്നെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയണ്ട, മിണ്ടാണ്ട് കേട്ട് നിൽക്കണം. ഞാൻ ഒരു കാര്യം പറയാം. കുറെ കാലമായി ഞാൻ അത് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ കല്യാണം കഴിച്ചു വിചാരിച്ചിട്ടേ നിങ്ങളുടെ ചിന്താഗതിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാത്രം അനുസരിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റേതായ രീതികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ മാറ്റിവെച്ചു. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് എല്ലാവരും കൂടി കൂടാൻ നിൽക്കുക. അന്നേരമാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇമ്മാതിരി വൃത്തിയോട് പറയുന്നത്. ഇവിടെ അഭിഷേക് വരും ചെയ്യും, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യും, അവൻ ഒരു ഗ്ലാസ് ചായയും കൊടുക്കും, എന്നിട്ട് ഞങ്ങളെ പോകുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലേ ഇമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അപമാനിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട, സഹിക്കുന്നതന്നെയല്ലേ ഒരു പരിധിയൊക്കെ. ഓരോ ദിവസം ഒരു 10-20 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നോട് പറയാറില്ലേ ഓരോന്ന് കണ്ടും കേട്ടും നടക്കണ്ട, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കുന്ന? നിങ്ങളുടെ ഭാര്യയോട് പോലും എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് അറിയാത്ത നിങ്ങളാണ് എന്നെ വ്യക്തിത്വം പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ആദ്യം നല്ലൊരു വ്യക്തിത്വം സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നോക്ക്.